അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ചാവുകടൽ അഥവാ ബഹറുൽ മയ്യിത്ത്. പേര് കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നുവല്ലേ? ചാവുകടലിലെ വെള്ളത്തിൽ മത്സ്യത്തിന് ജീവിക്കാനാവില്ല. ഒരു ജലജീവിയും അതിൽ സഞ്ചരിക്കില്ല. ചാവുകടലിലെ വെള്ളം കുടിക്കാൻ പറ്റില്ല, കുളിക്കാനും പറ്റില്ല. ശരീരത്തിൽ വെള്ളം തട്ടിയാൽ ചൊറിച്ചിൽ വരുമത്രേ. പെട്ടെന്ന് ശുദ്ധജലത്തിൽ കഴുകി വൃത്തിയാക്കണം. 5 നാടുകളെ ബാധിച്ച കൊടും ശാപത്തിന്റെ നിത്യസ്മാരകമായി ചാവുകടൽ ഇന്നും നിലനിൽക്കുന്നു. ചത്തുകിടക്കുന്ന കടൽ, ചലനമില്ല. ജനങ്ങൾ തിങ്ങി താമസിച്ചിരുന്ന സദൂം പട്ടണം ചാവുകടലിൽ മുങ്ങിത്താഴ്ന്നുപോയി. 5 നാടുകൾ അടിമേൽ മറിക്കപ്പെട്ടു. ചാവുകടലിന്റെ ചുറ്റുപാടും ശപിക്കപ്പെട്ട മണ്ണാണ്. അവിടെ സസ്യങ്ങൾ വളരില്ല, താമസിക്കാൻ കൊള്ളില്ല. ലോകത്തിന് ഒരു കാലത്തും മറക്കാനാവാത്ത ക്രൂരമായ ശിക്ഷയാണ് ഒരു ജനവിഭാഗത്തിന് ലഭിച്ചത്. ചാവുകടൽ നിലനിൽക്കുന്ന കാലത്തോളം ആ ശിക്ഷയുടെ പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ നിലനിൽക്കും. ഇത്രയും ക്രൂരമായ ശിക്ഷ ഒരു ജനവിഭാഗത്തെ ബാധിക്കാൻ കാരണമെന്താണ്? അവർ ചെയ്ത കുറ്റമെന്താണ്? ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിൽ യാസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് നാം ശ്രവിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള മുഴുവൻ ഭാഗങ്ങളും ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാത്രി 7:15 തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജീവിത ചരിത്രത്തിന്റെ വിവിധ ഭാഗങ്ങൾ നിങ്ങൾക്ക് യാസ് മീഡിയയിലൂടെ ലഭിക്കും. ചരിത്രം പറഞ്ഞു തുടങ്ങാം. ആധുനിക ലോകം അതറിയണം. കേരളത്തിലെ അഭിനവ മുസ്ലിം സമൂഹം നിർബന്ധമായും അതറിയണം. ഒരു സമൂഹം ചെയ്ത ക്രൂരമായ തെറ്റ് ഇവിടെ ആവർത്തിക്കപ്പെടുന്നു. ആ നീചകൃത്യം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. പാശ്ചാത്യ ലോകം അതൊരു ഫാഷനാക്കിയിരിക്കുന്നു. ലോകത്ത് പല പ്രദേശങ്ങളിലും പണ്ഡിത പാമര ഭേദമില്ലാതെ അത് പടർന്നു പിടിക്കുന്നു. തെറ്റാണെന്ന ചിന്ത പോലുമില്ലാതെ. അതാണ് സ്വവർഗരതി. അതായിരുന്നു ആ സമൂഹം ചെയ്ത തെറ്റ്. അവർക്ക് മുമ്പ് ആരും ആ നീചകൃത്യം ചെയ്തിട്ടില്ല. ഭർത്താവും ഭാര്യയും ഇണകളായി ജീവിക്കുക, അതാണ് എല്ലാ ജീവികളുടെയും പ്രകൃതി. മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും സസ്യങ്ങളുമെല്ലാം ആ പ്രകൃതിയിൽ തന്നെ ജീവിക്കണം. പ്രകൃതി വിരുദ്ധമായ മാർഗം സ്വീകരിക്കരുതൊരിക്കലും. പ്രകൃതി വിരുദ്ധമായ സ്വവർഗരതി സ്വീകരിക്കുന്നവർക്ക് ഏറ്റവും ക്രൂരമായ ശിക്ഷയാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്, വധശിക്ഷ തന്നെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: ലൂത്തിന്റെ സമൂഹം ചെയ്ത നീചകൃത്യം ചെയ്യുന്നവനെയും ചെയ്യപ്പെടുന്നവനെയും വധിച്ചു കളയുക. മനുഷ്യൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നീചകൃത്യം ഒരു സമൂഹത്തെ ഒന്നാകെ ബാധിച്ചു. അവർ സ്ത്രീകളെ ഒഴിവാക്കി. സൗന്ദര്യമുള്ള യുവാക്കളുടെ കൂടെ കൂടി. കൗമാരപ്രായക്കാർക്ക് പ്രിയം കൂടി. ആ സമൂഹം ധാർമ്മികമായി അധപ്പതിച്ചു. സർവശക്തനായ അള്ളാഹു അവർക്ക് ശക്തമായ താക്കീത് നൽകാൻ തീരുമാനിച്ചു. വ്യക്തമായ നിർദ്ദേശങ്ങളുമായി ഒരു പ്രവാചകനെ അവരിലേക്ക് അയച്ചു. ആ വന്യ പ്രവാചകനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ പരമ്പര നൂഹ് നബി അലൈഹിസ്സലാമിൽ എത്തിച്ചേരുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ സാം, അർഫഷഹദ്, ഷാലിഹ്, ആബിർ, ഫാലിഹ്, റഊ, സാറൂഖ്, നാഹൂർ, താറഹ്, ഹാറാൻ, ലൂത്ത് അലൈഹിമുസ്സലാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. താറഹിന്റെ മകൻ ഹാറാന്റെ മകനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. ഇതേ താറഹിന്റെ മറ്റൊരു മകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പോൾ എന്തു മനസ്സിലായി? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സഹോദരൻ ഹാറാന്റെ പുത്രനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. താറഹിന് 3 പുത്രന്മാരുണ്ടായിരുന്നു. ഒന്ന് താനൂർ, ഇബ്രാഹിം, ഹാറാൻ. ഇവരുടെ മാതാവിന്റെ പേര് അമീല എന്നായിരുന്നു. താറഹ്, അമീല ദമ്പതികൾ ബാബിലോണയിലെ ഉന്നത ഗോത്രങ്ങളിലെ അംഗങ്ങളായിരുന്നു. ധാരാളം കന്നുകാലികളും കൃഷിയിടങ്ങളും അവർക്കുണ്ടായിരുന്നു. അവർ കുടുംബസമേതം ദീർഘയാത്രകൾ നടത്തുകയും പലയിടങ്ങളിലും താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറ റളിയല്ലാഹു അൻഹായെ വിവാഹം ചെയ്തു. സുന്ദരിയും ബുദ്ധിമതിയും ധീര വനിതയുമായ സാറ റളിയല്ലാഹു അൻഹ കുലീന കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. നാഹൂർ എന്നവർ വിവാഹം ചെയ്തത് മലിക്ക എന്ന ചെറുപ്പക്കാരിയെയുമാണ്. ലൂത്ത് എന്ന പദത്തിന് സ്നേഹിക്കുക എന്നാണ് അർത്ഥമെന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടുള്ള നിഷ്കളങ്കമായ സ്നേഹം കാരണമാണ് ഈ പേര് കിട്ടിയതെന്നും ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്ലാം മത പ്രചരണം തുടങ്ങിയപ്പോൾ ആദ്യമായി വിശ്വസിച്ചവരിൽ സാറ റളിയല്ലാഹു അൻഹായും ലൂത്ത് നബി അലൈഹിസ്സലാം എന്നിവർ ഉൾപ്പെടുന്നു എന്നത് പ്രത്യേകം നാം ശ്രദ്ധിക്കണം. പൗരാണിക ലോക ചരിത്രത്തിൽ ഉന്നത സ്ഥാനം നേടിയ സ്ഥലമാണ് മെസപ്പൊട്ടോമിയ. പൗരാണിക നദീതട സംസ്കാരത്തിന്റെ കേന്ദ്രം. ലോകപ്രസിദ്ധമായ 2 നദികൾക്കിടയിലാണ്, ടൈഗ്രീസിന്റെയും യൂഫ്രട്ടസിന്റെയും ഇടയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. വിശാലമായ നദികൾ മെസപ്പൊട്ടോമിയയെ ഫലപുഷ്ടിയുള്ളതാക്കി. കൃഷികൾ വളർന്നു, കന്നുകാലികളും വർദ്ധിച്ചു. നാട് സമ്പൽ സമൃദ്ധമായി. ആ നാടിനെ ഐശ്വര്യത്തിന്റെ കളിത്തൊട്ടിലെന്ന് കാലം വിളിച്ചു. ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ നാട്. നാഗരികതകൾ വളർന്നു വന്നതിവിടെയാണ്. യൂഫ്രട്ടീസ് നദിയിലേക്ക് ഒഴുകി വരുന്ന ഒരു അരുവിയുടെ കരയിലാണ് ഊർ പട്ടണം. ഹാറൂനും കുടുംബവും ഊർ പട്ടണത്തിൽ താമസിച്ചിരുന്നു. ഹാറാൻ പട്ടണം സ്ഥാപിച്ചത് ഹാറാനാണെന്ന് അഭിപ്രായമുണ്ട്. അത് ദുർബലമായ അഭിപ്രായമാണെന്ന് രേഖപ്പെടുത്തിയവരുമുണ്ട്. ഹാറാൻ പ്രസിദ്ധമായ പട്ടണമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇവിടെ കുറെ കാലം താമസിച്ചിട്ടുണ്ട്. ഹാറാനും മക്കളും ഇവിടെയുണ്ടായിരുന്നു. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ബാല്യകാലം ഇവിടെ കഴിഞ്ഞുകൂടി എന്ന് കരുതാം. പദ്ദൻ അരം എന്ന പട്ടണത്തിലും ഇവർ താമസിച്ചിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളാണ് ഊർ, പദ്ദൻ അരം, ഹാറാൻ തുടങ്ങിയവ. ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ രാജ്യം ഭരിക്കുന്നത് ധിക്കാരിയായ നമ്രൂദ് രാജാവാകുന്നു. ബാബിലോണിൽ വെച്ച് നടന്ന ഒരു ദുഃഖ സംഭവം ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയില്ല. സ്വന്തം പിതാവിന്റെ മരണം. ഹാറാൻ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് താറഹ് നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരിപ്പുണ്ട്. ഹാറാന്റെ മരണം ചെറുപ്പക്കാരനായ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ വല്ലാതെ ദുഃഖിപ്പിച്ചു. പിതാവിന്റെ സഹോദരങ്ങൾ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. പിതാവിന്റെ പിതാവ് പിന്നീട് മരണപ്പെട്ടു. അത് മറ്റൊരു ദുഃഖ സംഭവമായിരുന്നു. താറഹും മകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഭാര്യ സാറ റളിയല്ലാഹു അൻഹായും ലൂത്ത് നബി അലൈഹിസ്സലാമും എന്നിവർ കൻആനിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവർ ഹർറാനിലെത്തി അവിടെ തമ്പടിച്ചു താമസിച്ചു. താറഹിന് അന്ന് 250 വയസ്സായിരുന്നു. അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. കൂടെയുള്ളവർ ആശങ്കാകുലരായി. മരുന്നുകളും ശുശ്രൂഷകളും ഫലം ചെയ്തില്ല. താറഹ് മരണപ്പെട്ടു. ഹാറാൻ പട്ടണം ആ ദുഃഖ സംഭവത്തിന് സാക്ഷിയായി. പിന്നീട് യാത്രാ സംഘത്തിൽ 3 പേരായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, സാറ റളിയല്ലാഹു അൻഹ, ലൂത്ത് അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്ദേശം പ്രചരിപ്പിക്കുക എന്ന ദൗത്യമാണ് ലൂത്ത് നബി അലൈഹിസ്സലാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം സംഭവ ബഹുലമാണ്. അതിനെല്ലാം ലൂത്ത് നബി അലൈഹിസ്സലാം സാക്ഷിയാണ്. ആരോഗ്യവും ബുദ്ധിശക്തിയും സാമർഥ്യവുമുള്ള ചെറുപ്പക്കാരനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഭാര്യയും ചെറുപ്പക്കാരനെ പുത്രനെ പോലെ കരുതി സ്നേഹിച്ചു. ഇറാഖിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള യാത്രയിൽ പല പരീക്ഷണങ്ങൾ നേരിട്ടു. ഈജിപ്തിലെ രാജാവിന്റെ പട്ടാളക്കാർ യാത്രക്കാരെ എല്ലാം നിരീക്ഷിക്കും. സുന്ദരികളായ സ്ത്രീകളെ കണ്ടാൽ പിടികൂടും, കൊട്ടാരത്തിലെത്തിക്കും. പിന്നെ കുറെ നാൾ കൊട്ടാരത്തിൽ രാജാവിന്റെ കൂടെയാണ് അവളുടെ താമസം. രാജാവ് പറയുന്നതൊക്കെ അനുസരിച്ചാൽ കൈനിറയെ സമ്മാനങ്ങളുമായി മടങ്ങാം. എതിർത്താൽ രാജാവ് കീഴ്പ്പെടുത്തും. രാജാവല്ലേ, ശക്തനല്ലേ, ചോദ്യം ചെയ്യപ്പെടുകയില്ലല്ലോ. അങ്ങനെയിരിക്കെ സാറാ ബീവി റളിയല്ലാഹു അൻഹയെ പിടികൂടി രാജാവ് കൊട്ടാരത്തിലെത്തിച്ചു. ഇൻഷാ അല്ലാഹ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിന്റെ തുടക്കം ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകാൻ കുറച്ച് പ്രയാസമുണ്ടാകുമെന്ന് എനിക്കറിയാം. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം മുതൽ നമുക്ക് കൂടുതൽ ഭാഗങ്ങൾ ചർച്ച ചെയ്യാം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.